കോൺഗ്രസ് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സാറിന് അതിന്റെ കണക്കറിയാമല്ലോ. അസമിലും വെസ്റ്റ് ബംഗാളിലുമായിട്ട് അവർ മത്സരിച്ചത് ടോട്ടൽ സീറ്റ് 2 ഇടങ്ങളിലുമായിട്ട് 390. അതിൽ 21 പേർ ജയിച്ചു. 21 പേർ എന്ന് പറയുന്നത് ബംഗാളിൽ 2 പേരാണ് കോൺഗ്രസിൻ്റെതായിട്ട് ജയിച്ചത്, 2 പേരും മുസ്ലിമാണ്. അസമിൽ 19 പേർ ജയിച്ചതിൽ 18 പേരും മുസ്ലിമാണ്. അപ്പോൾ ഈ സംശയം ന്യായമല്ല? തീർച്ചയായിട്ടും കോൺഗ്രസ്സിനിപ്പോൾ ദേശീയ തലത്തിൽ വോട്ട് ചെയ്യുന്നത് മുസ്ലിംസാണ്. ആസാമിലും ബംഗാളിലും പ്രത്യേകിച്ചും. അവർ രണ്ടാമത്തെ കക്ഷിയാണ് അസമില്ല. BJP കഴിഞ്ഞാൽ അടുത്ത വലിയ കക്ഷിയാണ്. അവിടെ ജയിച്ചു വന്ന 19 പേരിൽ ഒരാളൊഴികെ എല്ലാവരും മുസ്ലിം MLAമാരാണ്, മുസ്ലിം പ്രതിനിധികളാണ് ജയിച്ചത്. അതായത് അസമിലെ കണക്ക് പറയാം, 99 സീറ്റ്. 99 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. 126 സീറ്റാണ് മൊത്തം. അതിൽ 99 സീറ്റിൽ മത്സരിച്ചു. അതിലാണ് 19 ജയിച്ചത്, 18 മുസ്ലിം. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ 292 സീറ്റാണ്. അതിൽ 2 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്, ജയമുള്ളൂ. അത് രണ്ടുപേരും മുസ്ലിംസാണ്. അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ജയസാധ്യതയുള്ളത് മുസ്ലിം സമുദായത്തിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ഭൂരിഭാഗം മുസ്ലിംസും കോൺഗ്രസ്സിനെയാണ് പിന്തുണയ്ക്കുന്നത്. അത് BJPയുടെ ശക്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ BJPയെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കുള്ള അഭയസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആ പേര് വേണേൽ അങ്ങ് മാറ്റാം, വെറും മുസ്ലിം ലീഗ് എന്നാക്കാം. ഒരു ഇന്ത്യൻ യൂണിയനെ എന്തിനാ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കോൺഗ്രസ് ഉണ്ടല്ലോ. കേരളത്തിലെ സ്ഥിതിയും ഇതിൽ നിന്നൊന്നും വലിയ വ്യത്യാസമില്ല. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ 102 സീറ്റിൽ UDF ജയിച്ചു. എല്ലാ കക്ഷിയും അവരുടെ മുന്നണി ഇല്ലേ, കേരള കോൺഗ്രസും എല്ലാം അടക്കം. അതിൽ 23 പേര് മുസ്ലിം ലീഗിൻ്റെതാണ്. ലീഗിന് 23 സീറ്റ്. ലീഗിലെ ഒരാൾ ഒഴിച്ച് ബാക്കി 22 പേരും ആ സമുദായത്തിലുള്ളവരാണ്, മുസ്ലിം. അപ്പോൾ ലീഗിൻ്റെ 22 പേരുണ്ട്. കൂടാതെ കോൺഗ്രസ്സിന് 8, ഇപ്പോൾ ജയിച്ചു വന്ന ഇവരിൽ 8 പേരും മുസ്ലിംസാണ്. കോൺഗ്രസ്സിലെ 63 പേരിൽ 8 പേര് മുസ്ലിംസാണ്. അപ്പോൾ ടോട്ടൽ ഭരണകക്ഷിയിൽ, ഈ അടുത്ത ഭരണകക്ഷിയിൽ 30 പേര് മുസ്ലിംസാണ്. വലിയ കണക്കാണ് കേട്ടോ. LDF ജയിച്ചു വന്ന 35 പേരിൽ ആകെയുള്ളത് 5 പേരാണ്. അപ്പോൾ ടോട്ടൽ 35 MLAമാർ അടുത്ത 16ാം നിയമസഭയിലുണ്ടാവും. അത് മുസ്ലിം സമുദായത്തിൽ രണ്ട് മുന്നണിയിലൂടെ, പ്രതിപക്ഷത്തും പ്രതിപക്ഷത്ത് 5 പേരും ഭരണപക്ഷത്ത് 30 പേരും. ആ 30 പേരിൽ 8 പേര് കോൺഗ്രസ്സുകാരും ബാക്കി 22 പേര് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അംഗങ്ങളുമാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമ്മൾ പ്രജിത ചോദിച്ചത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ മുസ്ലിം ലീഗിനെ പിരിച്ചുവിടാൻ. കാരണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരൊക്കെ മുസ്ലിംസാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ആസാം, വെസ്റ്റ് ബംഗാൾ അവിടെ ജയിച്ചു വന്നവർ ഒരാളൊഴികെ എല്ലാവരും മുസ്ലിങ്ങളാണ്, കോൺഗ്രസിൻ്റെ അംഗങ്ങളിൽ. ഏതെങ്കിലും ഒരു ഇതിനെ പിരിച്ചുവിടാമല്ലേ? ഒന്നില്ലെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിടണ്ട. കാരണം ഓൾ ഇന്ത്യ പാർട്ടിയും പഴയ പാർട്ടിയല്ലേ. ഓക്കെ, മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമേ സ്വാധീനമുള്ളൂ. തമിഴ്നാട്ടിൽ അവർക്ക് ഇപ്പോൾ ഒരു ഭരണകക്ഷിയാകാൻ പോവുക. തമിഴ്നാട്ടിലും അവിടെ വിജയുടെ പാർട്ടിക്ക് അവർ പിന്തുണ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ CPM-നും CPI-ക്കും മുസ്ലിം ലീഗിനും 2 അംഗങ്ങൾ വീതമുണ്ട്. അവർ ഭരണകക്ഷിയാകുന്നു. അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം കോൺഗ്രസ് ഉണ്ടെങ്കിൽ പിന്നെ ലീഗ് എന്തിന്? മുസ്ലിം റെപ്രസെൻറ്റേഷന് പര്യാപ്തമായ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ദേശീയ തലത്തിൽ. ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനെ ഇനി മുസ്ലിങ്ങളുടെ സർവതോമുഖമായ പ്രാതിനിധ്യം വഹിക്കുന്ന പാർട്ടിയായിട്ട് കരുതാം. അതാണ് ആസാമിലെയും ബംഗാളിലെയും അവരുടെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. കേരളത്തിലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. കേരളത്തിൽ അതുകൊണ്ടായിരിക്കണം കോൺഗ്രസ് നേതാക്കൾ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് മുഹമ്മദ് നബിയാണെന്നൊക്കെ പ്രസംഗിക്കുന്നത്.
സൗരയൂഥത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി ഇന്ന് കരുതുന്ന കാഴ്ചപ്പാടിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബി ആയിരുന്നു എന്ന് പ്രസംഗിക്കുകയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ സഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ആവർത്തിച്ചത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ ഖുറാൻ വിശദമായി വായിച്ചപ്പോഴാണ് ഈ അറിവൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് അദ്ദേഹം ഒരു സദസ്സിൽ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സദസ്സിൽ വാചാലനായി സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പ് അതിഗംഭീരമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിക്ക് ട്രോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ധാരാളം. വി ഡി സതീശൻ പ്രസംഗിച്ചതാണ്, നമ്മളൊക്കെ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഇത് അദ്ദേഹത്തിന് ഒരു പക്ഷെ പരന്ന വായനയുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു അറിവ്, പരന്ന എന്ന് പറഞ്ഞാൽ ഡീപ്പല്ലാത്തത്, ആഴത്തിലല്ലാത്തത്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവ് ഖുറാനിൽ നിന്ന് ലഭിച്ചത്. അല്ല, അന്നൊരു പ്രാചീന ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ ആര്യഭട്ട തുടങ്ങിയ ആളുകൾ നമ്മളുടെ വാന നിരീക്ഷണം നടത്തി ശാസ്ത്രീയമായി വെസ്റ്റേൺ വേൾഡിൽ ഈ ഇത് ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിച്ച് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നിരീക്ഷിക്കുന്നതിനൊക്കെ മുമ്പ് അത് ചർച്ചുമായിട്ട് ഏറ്റുമുട്ടി അവരവരുടെ ശാസ്ത്രീയ സത്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ജീവത്യാഗം പോലും ചെയ്ത ശാസ്ത്രജ്ഞന്മാർ ചരിത്രത്തിലുണ്ട്. അങ്ങനെ ജീവൻ ത്യജിച്ചും ശാസ്ത്ര സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു അറിവിൻ്റെ ചരിത്രം നിലനിൽക്കെ ഇതും 7-ാം നൂറ്റാണ്ടിൽ നബി കണ്ടുപിടിച്ചു നോക്കി പിന്നെ ശാസ്ത്രജ്ഞന്മാരിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് വേറൊരു പ്രശ്നം. പക്ഷേ ഇതൊക്കെ എന്താണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഊഹിക്കുന്നത് ഈ ഇന്ത്യൻ അറിവുകൾ വർത്തകന്മാരായി ഇവിടെ പ്രാചീന കാലത്തെ വന്നവർ പല കാലങ്ങളിൽ ഇതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയി ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രചരിപ്പിച്ചു. ആൾജിബ്ര കൊണ്ടുപോയില്ലേ? ആൾജിബ്ര എന്ന് പറയുന്ന ഗണിതശാസ്ത്ര വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് അത് അറബികൾ കൊണ്ടുപോയതുകൊണ്ട് ആൾജിബ്ര എന്ന പേര് മാറ്റിയാണ് വെസ്റ്റേൺ വേൾഡ് അത് സ്വീകരിച്ചത്. പൂജ്യത്തിൻ്റെ വില കണ്ടുപിടിച്ചത് ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞന്മാരാണ്. അതിവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി ഈ കച്ചവടത്തിന് വന്നവർ. അത് എന്നിട്ട് അവർ വെസ്റ്റേൺ വേൾഡിൽ കൊണ്ടുപോയതുകൊണ്ടാണ് യൂറോപ്യന്മാർക്ക് കണക്ക് കൂട്ടാൻ പറ്റിയത്. അതുവരെ അവന്മാർക്ക് 8-9 സംഖ്യ വെച്ചിട്ട് ലോകത്തിലെ എല്ലാ ഗണിതശാസ്ത്രം പ്രോബ്ലംസും സോൾവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതില്ലായിരുന്നെങ്കിൽ, 0 ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ കണക്ക് കൂട്ടും? എങ്ങനെ 10,000-ഉം ലക്ഷവും 10 ലക്ഷവും കോടിയും ദശകോടിയും ഒക്കെ എങ്ങനെ ഉണ്ടാക്കും? ബില്യൺ, ട്രില്യൺ, മില്യൺ ഇങ്ങനെ പോകണ്ടേ? ആ സംഗതികളൊക്കെ ഉണ്ടാക്കിയത് പൂജ്യം വന്നതുകൊണ്ടല്ലേ. ഒന്നിൻ്റെ വലതുവശം 0 ഇത് പോയത്. ആ പൂജ്യത്തിൻ്റെ മൂല്യം 10 ഇരട്ടിയായിട്ട് പോകുന്ന ഈ മൂല്യം കണ്ടുപിടിച്ചത് ഭാരതീയ ഗണിത പ്രതിഭയാണ്. അത് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അതുപോലെ പല വിജ്ഞാനവും ആസ്ട്രോണമിയും ഇത് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. സാർ, ഇപ്പോൾ ലീഗ് ആയി മാറുന്നു എന്ന് പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ആര് ഭരിക്കുന്നു, ആർക്ക് പാർട്ടിയുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിലൊരു ആശങ്ക വരുന്നത് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു ചായ്വ് എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭീതിതമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് തന്നെയല്ലേ? അതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല. ഓരോ കാലത്തും നമുക്ക് ഇതെല്ലാം ഞമ്മൻ്റെ വകയാണെന്ന് ആർക്കും വേണേൽ പറയാം. അപ്പോൾ അതിന് വിരോധമൊന്നുമില്ല. നമ്മുടെ ഒരു സംസ്കാരം എന്താണ്? ഒരു കൃതി എഴുതിയിട്ട് ഞാൻ എൻ്റെ ബൈലൈൻ അതിനകത്ത് അടിച്ചു വെച്ച് ഇത് ഞാൻ തന്നെയാണ് എഴുതിയത് എന്ന് കോപ്പിറൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇതിനൊന്നും പഴയ നമ്മുടെ മഹാപ്രതിഭകൾ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. മഹാഭാരതം എഴുതിയ, രാമായണം എഴുതിയ ആളുകളൊക്കെ തൂലിക നാമമാണ് വെച്ചത്. വ്യാസൻ എന്ന മഹാമുനി വേദങ്ങളും ഇതിഹാസങ്ങളും എഴുതി, പുരാണങ്ങൾ വ്യാഖ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? വ്യാസൻ്റെ പേരെന്താ? രത്നാകർ അല്ല, അത് വാൽമീകിയുടെ പേര്. വ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്നാണ്. കൃഷ്ണദ്വൈപായനനാണ് മഹാഭാരതം എഴുതിയത്. ഗീത
ഉൾപ്പെട്ട മഹാഭാരത കൃതി എഴുതിയത് കൃഷ്ണദ്വൈപായനാണ്. ദ്വൈപായനൻ എന്ന് കൃഷ്ണദ്വൈപായനൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃഷ്ണ എന്ന് പറഞ്ഞ ബ്ലാക്ക്, എ ബ്ലാക്ക് മാൻ, കറുത്ത മനുഷ്യനായിരുന്നു. സത്യവതിയുടെ മകനാണ്, ദ്വീപിൽ ജനിച്ചവൻ. ദ്വീപിൽ ജനിച്ചവനായതുകൊണ്ടാണ് ദ്വൈപായനൻ എന്ന പേര് വന്നത്. ദ്വീപിൽ നിന്ന് വന്ന കറുത്തയാൾ എന്നാണ്. അതിന് ശുദ്ധ മലയാളം എന്താ? ശുദ്ധ മലയാളം കറുമ്പൻ തുരുത്തിൽ. വ്യാസൻ എന്ന് പറയുന്നതിൻ്റെ മലയാളം കറുമ്പൻ തുരുത്തിൽ എന്നാണ്, അല്ലേ? ഇപ്പോൾ ഓച്ചൻ തുരുത്തിലായിരുന്നു ജനിച്ച്, കറുമ്പൻ ഓച്ചൻ തുരുത്തിലെന്ന് നമ്മൾ പറയുക. അതിൻ്റെ സംസ്കൃതമാണ് കൃഷ്ണ ദ്വൈപായനൻ. കൃഷ്ണൻ എന്ന പേരുള്ള വ്യാസൻ ദ്വീപിൽ ജനിച്ചു വളർന്ന് വന്ന ആൾ വ്യാഖ്യാനിച്ചതാണ് വേദങ്ങൾ. അദ്ദേഹം എഴുതിയതാണ് ദർശനങ്ങളിൽ 6 ദർശനങ്ങളിൽ ഒരെണ്ണം. അദ്ദേഹമാണ് മഹാഭാരതം എഴുതിയത്. ആ മഹാഭാരതം എഴുതിയ വ്യാസൻ അദ്ദേഹത്തിൻ്റെ കൃഷ്ണദ്വൈപായനൻ എന്നുള്ള പേരെങ്ങും എഴുതി വച്ചില്ല. പകരം അദ്ദേഹം ഒരു തൂലികാനാമമാണ് ഉപയോഗിച്ചത്. വ്യാസൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെൻനെയിമാണ്. അങ്ങനെ തിരസ്കരണിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ പ്രതിഭാവിലാസം കാണിക്കുന്ന മഹാമുനിമാരുടെ നാട്ടിൽ അവർക്ക് ഈ പേറ്റൻസി നിയമങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. മാനവരാശിക്ക് വേണ്ടി ഈ വിജ്ഞാനം സമർപ്പിച്ചിട്ട് അവർ കടന്നു പോവുകയാണ് ചെയ്തത്. അത്രയും വിശാല മനസ്കതയാണ്. ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം അവർ ജയിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വളർച്ച മുരടിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല, കോൺഗ്രസ് ഒരു സെറ്റ് ഒരു വിഭാഗത്തിൻ്റെതായി പരിമിതപ്പെടുന്നു. വിശാലമായ ഇന്ത്യയെ ഉൾക്കൊള്ളുന്നതിന് അവർക്ക് കഴിയുന്നില്ല. അവർ BJPയുടെ വളർച്ചയെ ഭയപ്പെട്ടുകൊണ്ട് നയശൂന്യമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചില ട്രൈബൽസിൻ്റെ പാർട്ടിയാകാൻ നോക്കുന്നു, ദളിതിൻ്റെ പാർട്ടിയാകാൻ നോക്കും. അങ്ങനെയൊക്കെ പല വിഭാഗങ്ങളുടെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് പരിപാലിച്ച് അവരുടെ ആളാകാൻ നോക്കും. അവർ വെപ്രാളമാണ്. ആരുടെയെങ്കിലും വക്താവ് അതിലിപ്പോൾ വീണുപോയത് മുസ്ലിംസാണ്. അങ്ങനെ മുസ്ലിം പാർട്ടിയായി അത് ചുരുങ്ങും. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമേ ഭാവിയിൽ ഈ പാർട്ടി ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ അപ്പം ഇതര സമുദായത്തിലുള്ള നേതാക്കൾ എന്ത് ചെയ്യും? അവർ മുസ്ലിംസാവും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കാൾ വലിയ മുസ്ലിം വക്താക്കളായി മാറും. അതിൻ്റെയൊക്കെ വിദൂര ലക്ഷണങ്ങളാണ് നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ നിന്നൂടെയൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത്. ആ സ്വരമാണ് അത്. ഇങ്ങനെ ഏതെങ്കിലും സങ്കുചിത വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ആ വോട്ട് ബാങ്ക് നിലനിൽക്കുകയുള്ളൂ എന്നും രാഷ്ട്രീയമായ തങ്ങളുടെ അസ്തിത്വം എന്നാലേ പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നും തെറ്റിദ്ധരിക്കുന്നു. അവർക്ക് വിശാലമായ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമോ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ശ്രേയസ്സിനെക്കുറിച്ചോ കാണാനോ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനോ ഉള്ള മനസ്സില്ലാതെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കൾ ഭരണാധികാരികളായി വന്നാൽ ഈ സമൂഹത്തെ എങ്ങനെ കാണുമെന്ന് നമ്മൾ ന്യായമായും ഭയപ്പെടണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.